ഇവരാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ജീവികൾ. ഏതൊരായുധത്തേക്കാൾ കൂടുതൽ മനുഷ്യനെ കൊന്നിട്ടുള്ള ജീവികൾ. അതുപക്ഷെ കടുവയോ പാമ്പോ ഒന്നുമല്ല, തീരെ ചെറിയ കൊതുകാണ്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ചെവിയുടെ അടുത്തുകൂടെ മൂളിപ്പറക്കുന്ന കുഞ്ഞൻ കൊതുകുകൾ. എന്നാൽ ഇതിനെ അവസാനിപ്പിക്കാൻ പറ്റിയാലോ? ഭൂമിയിലുള്ള സകല കൊതുകിനെയും മനുഷ്യൻ ഇല്ലാതാക്കിയാൽ എന്ത് സംഭവിക്കും എന്നറിയാമോ? കൃത്യമായ കണക്കുകൾ കണ്ടുപിടിക്കാനാവില്ലെങ്കിലും ഈ ഭൂമിയിൽ ഏകദേശം 110 ട്രില്യൺ കൊതുകുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ 3500-ലധികം സ്പീഷീസുകളുമുണ്ട്. എന്നാൽ അതിൽ വെറും 40 എണ്ണം മാത്രമാണ് നമ്മളെ കടിക്കുകയും അതുവഴി രോഗം പരത്തുകയും ചെയ്യുന്നത്. മലേറിയ, ഡെങ്കു, ചിക്കുൻഗുനിയ, സിക്ക തുടങ്ങിയ മാരക രോഗങ്ങൾ പരത്തുന്നതിൽ ഈ കൊതുകുകൾ തന്നെയാണ് കാരണക്കാർ. ഒരു വർഷം ഏകദേശം 7 ലക്ഷം മനുഷ്യരാണത്രേ കൊതുക് കടിയേറ്റ് രോഗങ്ങൾ പിടിച്ച് മരണപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നഖത്തിൻ്റെ അത്രയും പോലും വലുപ്പമില്ലാത്തൊരു ജീവിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരി. അതുകൊണ്ട് തന്നെ എല്ലാ കൊതുകുകളെയും ഇല്ലാതാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. കൊതുകില്ലാതായാൽ അത് പ്രകൃതിയെ എങ്ങനെ ബാധിക്കും എന്നാദ്യം നോക്കാം. കൊതുകുകളെ ഭക്ഷണമാക്കുന്ന നിരവധി ജീവികളുണ്ട്. തവള, മീൻ, വവ്വാല്, പക്ഷികൾ, തുമ്പി തുടങ്ങിയവയൊക്കെ പോലെ. എന്നാൽ ഇവയൊന്നും തന്നെ കൊതുകുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല എന്നതാണ് സത്യം. ലഭ്യമായതുകൊണ്ട് മാത്രം അവർ കൊതുകുകളെ ഭക്ഷിക്കുന്നു. ഭൂമിയിൽ നിന്ന് കൊതുകുകൾ ഇല്ലാതായാലും പ്രകൃതി പതിയെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അവർ പോയ ഗ്യാപ്പിലേക്ക് വേറെ പ്രാണികൾ വരും, ജീവിതം തുടരും. ആകെ കൂടി ഒരു പ്രശ്നമുണ്ടാവുന്നത് ആർട്ടിക് പ്രദേശത്താണ്. വേനൽക്കാലത്ത് കോടിക്കണക്കിന് കൊതുകുകളാണ് വലിയ കൂട്ടത്തോടെ അവിടെ പറന്ന് നടക്കുന്നത്. അവിടെ വരുന്ന ദേശാടന പക്ഷികളുടെ പ്രധാനപ്പെട്ട ഭക്ഷണവും ഇവയാണ്. അവിടുത്തെ കൊതുകുകൾ ഇല്ലാതായാൽ അവിടെ വരുന്ന ദേശാടന പക്ഷികളുടെ എണ്ണവും കുറയും. എങ്കിലും പ്രകൃതി അതിനെയും അതിജീവിക്കും. ചില ചെടികളുടെ പരാഗണത്തിന് ആൺകൊതുകുകൾ സഹായിക്കുന്നുണ്ടെങ്കിലും അവ കൂടിയേ തീരൂ എന്ന നിർബന്ധമൊന്നുമില്ല. തേനീച്ചകളും മറ്റ് പ്രാണികളുമൊക്കെ ഇവയേക്കാൾ നന്നായി പോളിനേഷൻ നടത്തും. ചുരുക്കി പറഞ്ഞാൽ കൊതുകുകൾ ഇല്ലാതായാലും പ്രകൃതിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ മനുഷ്യർക്ക് അതുകൊണ്ട് വലിയ ഗുണങ്ങളുണ്ട് താനും. പക്ഷേ എങ്ങനെയാണ് ഈ കണ്ട കൊതുകുകളെയൊക്കെ ഇല്ലാതാക്കുന്നത്? അതിന് നിരവധി വഴികളുമുണ്ട്. അതിനൊക്കെ അതിൻ്റേതായ റിസ്കുകളുമുണ്ട്. ഒരു വഴി എന്ന് പറയുന്നത് കൊതുകുകളുടെ ജനറ്റിക്സിൽ മാറ്റം വരുത്തുക എന്നതാണ്. ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ആൺകൊതുകുകളെ ഉണ്ടാക്കിയാൽ അവ മൂലമുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വലുതാകുന്നതിന് മുൻപ് തന്നെ മരിച്ചു പോകും. പതുക്കെ പതുക്കെ ഓരോ തലമുറകളായി കൊതുകുകളുടെ എണ്ണം കുറയുന്നു. ഈഡിസ് ഈജിപ്തി എന്ന കൊതുകിൻ്റെ സ്പീഷീസിൽ ഈ ഒരു ടെക്നിക്ക് ഇപ്പോൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. മറ്റൊന്ന് റേഡിയേഷൻ ഉപയോഗിച്ച് ആൺകൊതുകുകളെ വന്ധ്യംകരണം നടത്തുക എന്നതാണ്. പുതിയ തലമുറ ഉണ്ടാകാതിരിക്കുന്നതോടെ കൊതുകുകളുടെ എണ്ണം കുറയുന്നു. ചൈനയും മലേഷ്യയും പോലെയുള്ള രാജ്യങ്ങൾ ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതുമാണ്. മറ്റൊരു വഴി എന്ന് പറയുന്നത് മാരകമായ രോഗാണുക്കളെ പരത്തുന്നതിൽ നിന്ന് കൊതുകുകളെ തടയുന്നൊരു ബാക്ടീരിയ അവയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക എന്നതാണ്. അത് കൊതുകുകളുടെ ഇടയിൽ പടരുന്നതോടെ രോഗം പരത്താനുള്ള അവയുടെ ശേഷി കുറഞ്ഞു വരും. അങ്ങനെ കൊതുകിനെ കൊല്ലാതെ തന്നെ അവ മൂലമുള്ള പ്രശ്നം നമുക്കില്ലാതെയാക്കാം. ഇനി അഥവാ കൊല്ലണമെങ്കിൽ തന്നെ 3500 സ്പീഷീസ് കൊതുകുകളെ കൊല്ലാതെ മനുഷ്യരുടെ മരണത്തിന് കാരണമാകുന്ന കൊതുകുകളെ മാത്രം ഇല്ലാതാക്കുന്നതും നല്ലൊരു മാർഗമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഡെങ്കിപ്പനിയില്ലാത്ത, മലേറിയ ബാധിച്ച് ആരും മരിക്കാത്ത, മഴക്കാലത്ത് പനി പിടിക്കാത്ത, രാത്രി ഉറക്കം തടസ്സപ്പെടുത്തുന്ന കൊതുകിൻ്റെ മൂർച്ചയില്ലാത്ത ഒരു ലോകം. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാം. നിരവധി രാജ്യങ്ങൾ പട്ടിണിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പുറത്തു വരും. പക്ഷെ അപ്പോഴും കൊതുകുകളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് ശരിയാണോ എന്ന ധാർമ്മികമായ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടാവും. കാരണം ഒരു സ്പീഷീസിനെ മുഴുവനായിട്ടാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. മാത്രമല്ല ആമസോൺ മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിൽ കൊതുകുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നൊരു തിയറിയും ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. കാരണം അവിടെ മരം മുറിക്കാൻ വരുന്നവർക്ക് വലിയൊരു ശല്യം തന്നെയാണ് അവിടുത്തെ എണ്ണിയാലൊടുങ്ങാത്ത കൊതുകുകൾ. മറ്റൊരു കൂട്ടർ വാദിക്കുന്നത് ഒരു കൺട്രോളുമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിനെ നിയന്ത്രിക്കാൻ കൊതുകുകൾ ഒരു കാരണമാണത്രേ. അതായത് കൊതുകുകൾ ഭൂമിക്ക് ഒരാവശ്യകത തന്നെയാണ് എന്ന്. എന്തായാലും വേണമെന്ന് വെച്ചാൽ കൊതുകുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ടെക്നോളജി മനുഷ്യൻ്റെ കൈവശം ഇപ്പോഴുണ്ട്. അങ്ങനെ ചെയ്യണമോ വേണ്ടയോ എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലോകത്തിലെ മുഴുവൻ കൊതുകുകളെയും ഇല്ലാതാക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? താഴെ കമൻറ്റ് ചെയ്തറിയിക്കുമല്ലോ. വീഡിയോ കണ്ടതിന് നന്ദി.